ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ 80s 90s കാലഘട്ടങ്ങളിൽ അങ്കണവാടിയിൽ നിന്നൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന മഞ്ഞുപ്പുമാവ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ അത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്കും ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഉപ്പുമാവ് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഉപ്പുമാവ് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടുത്തെ ചോളത്തിൻ്റെ റവ എടുത്തിട്ടുണ്ട്. 1 കപ്പ് റവ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കി എടുക്കുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് തരിയായിട്ടുള്ള ചോളത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അങ്ങനെ റവ പോലത്തെ തരിയായിട്ടുള്ള പൊടിയാണ്. പിന്നെ നല്ല നൈസായിട്ടുള്ള പൊടിയും കിട്ടും കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടും ചെയ്യാം. പക്ഷെ ഞാൻ എപ്പോഴും ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കാറ്. ഇങ്ങനെ ഈ ഒരു റവ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കേണ്ടതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. നമ്മൾ സൂചി ഗോതമ്പൊക്കെ വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്കിത് കിട്ടുക. ഇനി ഒരു പാനിലിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മാത്രം മതി. ചോളറവ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ ഓൺലൈനൊക്കെ ആയിട്ട് വാങ്ങിക്കാനൊക്കെ ആയിട്ട് പറ്റും. ഞാനിപ്പോൾ ഇവിടെ അടുത്തുള്ള ഖാദി സ്റ്റോറിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കടലപ്പരിപ്പിന് പകരമായിട്ട് ഉഴുന്ന് പരിപ്പ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ചെറുതായിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറി വരട്ടെ. ഒന്ന് മൂത്ത് വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതും പിന്നെ 2 വറ്റൽമുളകും 1 പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ മുളകിൻ്റെ എണ്ണൊക്കെ നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ ചെറിയൊരു സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 1 കപ്പ് ചോളറവല്ല എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ അളവൊക്കെ. അപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതൊന്ന് തിളയ്ക്കാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പിന്നെ ഈ ഒരു വെള്ളം നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു സമയത്ത്. എന്നിട്ട് ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാനായിട്ട്. പിന്നെ ഈ ഒരു വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇങ്ങനെ മുന്നിട്ട് നിന്നാൽ മാത്രമാണ് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കറക്റ്റ് പാകത്തിൽ തന്നെ ഉപ്പൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതേ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു റവ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. സാധാരണ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിതൊന്ന് അടച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം പിന്നെ ഇത് തുറന്നിട്ടൊന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ നല്ലോണം തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കണ ആ ഒരു റവയുടെ അത്രയ്ക്ക് അങ്ങോട്ട് പെട്ടെന്ന് വെന്ത് കിട്ടില്ല കേട്ടോ. കുറച്ച് സമയം എടുക്കും കേട്ടോ ഈ ഒരു റവ ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. ഈ ഒരു ചോളറവ വേവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് നേരം നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഇത് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ നല്ലോണം തന്നെ ഡ്രൈ ആയിട്ട് ഈ ഒരു ചോളറവ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചോള ഉപ്പുമാവ് കൂടെ റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ നൊസ്റ്റാൾജിക് റെസിപ്പി ആയിട്ടുള്ള ഈ ഒരു ചോള ഉപ്പുമാവ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മഞ്ഞ ഉപ്പുമാവ് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.